ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു ഫോട്ടോ കേക്കാണ്, വാനില ആൻഡ് ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫോട്ടോ കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കോഴിമുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള കോഴിമുട്ടയായിരിക്കണം. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ മുന്നെങ്കിലും പുറത്തേക്ക് ഇറക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഈ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ബീറ്റർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ലോ സ്പീഡിൽ നിന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കോഴിമുട്ടയ്ക്ക് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ്. അപ്പം ഞാൻ ബീറ്ററാണ് യൂസ് ചെയ്യുന്ന കാരണം തന്നെ പൊടിച്ചു ചേർക്കാണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബീറ്ററല്ല സാധാ ഹാൻഡ് ബീറ്റർ ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് വേണം ആ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയും അതുപോലെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഇതും കുറേശ്ശേയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പഞ്ചസാരയും കുറേശ്ശെ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ ആ 2 കപ്പ് മൈദപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മൈദപ്പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് റേഷ്യോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ലെവൽ ചെയ്തിട്ട് ടേബിൾ സ്പൂണിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വിസ്ക് വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ആണ് ഞാൻ ഈ മിക്സിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. സാധാ വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓവർ ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല നമ്മൾ ഈ ഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ സാധാ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ നീക്കി വെക്കല്ല. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റിയെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ച് ഇതിലേക്ക് സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ്. പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻ ചെയ്തിട്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് വീണ്ടും സ്റ്റെയിൻ ചെയ്തെടുക്കാൻ പോവാണ്. ബാക്കി പകുതിയും കൂടി സ്റ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെല്ലെ മെല്ലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം നന്നായിട്ട് തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി എടുത്തതിന് ശേഷം അത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം പിന്നെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. അല്ലാണ്ട് ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേക്ക് മിക്സ് ഒക്കെ ഇതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. ഇപ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസിന്റെ ഒരു ചതുരത്തിലുള്ള ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഓയിൽ തടവി കൊടുക്കണം. അപ്പം ആദ്യം തന്നെ ഒരു നുള്ള വെജിറ്റബിൾ ഓയിൽ. അതിനുശേഷം നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലാ സൈഡിലേക്കും നമുക്കിതൊന്ന് ആക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രേയിലേക്ക് ഞാനിപ്പോൾ നമ്മൾ കേക്ക് മിക്സ് ഉണ്ടാക്കി എടുത്തത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ കേക്ക് മിക്സ് എല്ലാം കേക്ക് ട്രേയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. കേക്കൊന്ന് എൻ്റെ ട്രേ ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് പോലെ 2 പ്രാവശ്യം. അപ്പോൾ ഈ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓവൻ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രീഹീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കേക്ക് ട്രേ വെച്ച് കൊടുക്കുകയാണ്.
ഇനി ഓവൻ അടച്ചു കൊടുക്കാം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചേക്കായിരുന്നു. ഇപ്പൊ ചൂടാറി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ട്രേ എടുത്തിട്ട് നമുക്ക് ഇവിടെ കമത്തി കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതിൽ ജസ്റ്റ് ഒരു കളർ മാത്രമേ ഉള്ളൂ. ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. ഇപ്പൊ നടുവ് കൂടെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലെ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പൊടിഞ്ഞു പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഉണ്ടാക്കിയിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. 1-2 മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. എടുക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂടിയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഇപ്പുറത്തേക്ക് മറിച്ചിടാൻ പോവാണ്. 2 പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ നമ്മുടെ ഈ കേക്കിന്റെ ഈ സൈഡില് ഈ എഡ്ജസ്, എല്ലാ എഡ്ജസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ ഞാൻ ഈ കുഞ്ഞൊരു കഷ്ണങ്ങളായിട്ട് എല്ലാ സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. അപ്പൊ അത് ഇതിന്റെ മുകളിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. അപ്പോഴാണ് 2 കഷ്ണങ്ങൾ ഒരേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മുകളിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ കത്തി വെച്ചിട്ട് മുകളിലും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് നീക്കാൻ പോവാണ്. ഈ ബൗളും അതുപോലെ തന്നെ ഈ വിസ്ക് ഒരു 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തതാണ്. അപ്പൊ നല്ല തണുപ്പുണ്ട് നമ്മുടെ ഈ വിസ്കും ഈ ബൗളും. ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൗഡറാണ്. അപ്പൊ ഇതിൽ ഷുഗറും കൂടി ഉള്ളതാണ്. അപ്പൊ ഈ പൊടി ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പൊ ആ പൊടിയാണ് ഞാൻ ഇതിലേക്ക് 1 കപ്പ് 250 ml കപ്പില് 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. അതേപോലെ തന്നെ തണുത്ത പാലാണ്. അപ്പൊ ഞാനൊരു 1/3 കപ്പ് പാൽ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാൻ പോവാണ്. കുറേശ്ശെ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങും. അപ്പൊ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വേണം നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാൻ. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊടിയായി കാരണം നന്നായി തൂളി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ പൊടി ആയ കാരണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പൊടിയൊക്കെ നന്നായി തൂളിപ്പോവാൻ ചാൻസ് ഉണ്ട്. വിപ്പിംഗ് ക്രീം ഒക്കെ നല്ല കറക്റ്റായിട്ട് സ്റ്റിഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് സ്റ്റാൻഡാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. റൗണ്ട് സ്റ്റാൻഡാണ്. അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് റാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ റാപ്പർ മാറ്റി കേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാപ്പ് ചെയ്തത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചട്ട വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അടിയിലേക്ക് മടക്കി വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണ് നടുവിലായിട്ട്. അപ്പം നമ്മൾ കേക്ക് വെക്കുമ്പോൾ അത് കേക്ക് തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഇവിടെ നടുവിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു പകുതി പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഒരു കപ്പിലെടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും. അപ്പൊ നമുക്ക് ക്രീം ഉണ്ടാക്കി എടുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പൊ എല്ലാ സൈഡിലേക്കും ഒന്ന് ഞാനൊന്ന് കേക്ക് ഈ ഷുഗർ സിറപ്പ് ഒന്ന് തേച്ച് കൊടുക്കട്ടെ. ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഒരു ലെവല് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് കത്തി വെച്ചിട്ട് ഒന്ന് പരത്തിക്കിട്ട് എല്ലാ സൈഡിലേക്കും ഒരേ ലെവലാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ലെവലായി വെച്ചിട്ടുണ്ടെന്ന് ആക്കിയെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത് കേക്ക് വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ചെരിഞ്ഞിരിക്കും. അപ്പോൾ അത് കാരണം എല്ലാ സൈഡിലേക്കും ഒരേപോലെ ലെവലാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ പകുതി കേക്കും കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എല്ലാ സൈഡും ഓക്കെ ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുത്തില്ലേ, ആ ഷുഗർ സിറപ്പിൻ്റെ ബാക്കിയുള്ളത് എല്ലാ സൈഡിലേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്.
നമ്മൾ നേരത്തെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള വിപ്ഡ് ക്രീം അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മുകളിലും സൈഡിലും എല്ലാ സൈഡും ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ലെവൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം ഫ്രിഡ്ജിൽ നമുക്ക് ഒരു മണിക്കൂർ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ സൈഡിലേക്കൊന്ന് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് തന്നെയാണ് ഞാനിതൊന്ന് എല്ലാ സൈഡും ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സൈഡും ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഫോട്ടോ കേക്കാണ്. അപ്പോൾ ഫോട്ടോ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പേപ്പർ നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടും. നമുക്ക് കടയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏത് ഫോട്ടോയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിൻ്റ് ഔട്ടായിട്ട് കിട്ടും. അപ്പോൾ ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന പേപ്പറാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് A4 വേണോ, A4ൻ്റെ പകുതി വേണോ, എങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതുപോലെ കിട്ടും. അപ്പോൾ ഞാൻ A4 സൈസിലാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. നമ്മുടെ കേക്കിൻ്റെ സൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വൈറ്റ് കളറിലുണ്ടായിരുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് വേണ്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വീതിയും നീളമൊക്കെ നമ്മൾ ഏകദേശം നോക്കിയതിന് ശേഷം വേണം അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ വിപ്ഡ് ക്രീം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത കാരണം തന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചോളും. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. വിപ്ഡ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തതിന് ശേഷം ഈ ഫോട്ടോയുടെ മുകളിലേക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഏത് ഡിസൈനാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് പോകുന്ന പോലെ ഒന്നിങ്ങനെ കണ്ടില്ലേ, നീളത്തിലിങ്ങനെ നീളത്തിലിങ്ങനെ ആക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കത് വെച്ചതാണെന്ന് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇതേ സെയിം ഡിസൈൻ തന്നെ ഇതിൻ്റെ തൊട്ട് താഴത്തെ ലൈനിലും കൂടി ഒരു ലൈനും കൂടി ഞാൻ ഫുള്ളായിട്ട് ഇതേ സെയിം ഡിസൈൻ കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന പേള് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു പേള് ഞാൻ എടുത്തതിന് ശേഷം അത് നമ്മുടെ കേക്ക് ഉണ്ടാക്കി ഇപ്പം നമ്മൾ ഓൾറെഡി വിപ്പിംഗ് ക്രീം വെച്ചതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഇടവിട്ടിട്ട് ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ വെക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ എല്ലാ സൈഡിലും 4 സൈഡിലും ഒന്ന് ഇടവിട്ടിട്ട് ഞാനൊന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വർഷം എല്ലാവർക്കും സന്തോഷ സമൃദ്ധിയായിട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചോക്ലേറ്റ് ആൻഡ് വാനില കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.